ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 7. പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും ബ്രഹ്മാവ് അപഹരിക്കുന്നു. അകാസുരനെ വധിച്ച ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപബാലന്മാരോടൊരുമിച്ച് യമുനാതടത്തിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പശുക്കളെ മേയാനും വിട്ടു. സ്വന്തം ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവരാത്തവർക്കെല്ലാം ഭഗവാൻ വേണ്ടുവോളം ഭക്ഷണം നൽകി. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭഗവാൻ ബാലന്മാരോട് കൂടി ഒരു സഭയുണ്ടാക്കി. അതിൻ്റെ നടുവിലായും ബാലന്മാർ വൃത്താകൃതിയിലായി ചുറ്റും ഇരുന്നു. ഇലകളും ദളങ്ങളും പാത്രങ്ങളുമൊക്കെയായിട്ടായിരുന്നു അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അവർ ഉരുളകൾ അന്യോന്യം മാറ്റിയും തട്ടിപ്പറിച്ചും മറ്റുമായി അത്യാഹ്ലാദത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അരക്കെട്ടിൽ ഓടക്കുഴൽ തിരുകി, കക്ഷത്തിൽ കോലും കയ്യിൽ ചോറുരുളയും വിരലുകൾക്കിടയിൽ ഫലങ്ങൾ, തലയിൽ പീലിത്തിരുമുടി, കഴുത്തിൽ മഞ്ഞ നിറമുള്ള ഉത്തരീയം, വക്ഷസ്സിൽ വനമാല, അരയിൽ മഞ്ഞപ്പട്ടും അരഞ്ഞാണവും, കാലിൽ ചിലങ്ക, നെഞ്ചിൽ ശ്രീവത്സം, കണ്ഠത്തിൽ കൗസ്തുഭരത്നം എന്നിങ്ങനെയുള്ള വേഷത്തോടെ ഭഗവാൻ നേരം പോക്കും പറഞ്ഞുകൊണ്ട് ബാലന്മാരുടെ മധ്യത്തിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ദേവന്മാർ പോലും ആശ്ചര്യഭരിതരായി. അതിനിടയിൽ പശുക്കൾ പുല്ല് അന്വേഷിച്ചുകൊണ്ട് കുറച്ച് അകലത്തേക്ക് പോയി. ഭഗവാൻ അവയെ തേടി പുറപ്പെട്ട അവസരത്തിൽ ബ്രഹ്മാവ് ആ ബാലൻ സാക്ഷാൽ ദേവദേവനാണെന്ന പരമാർത്ഥം ഓർക്കാതെ പരീക്ഷണാർത്ഥം പശുക്കുട്ടികളെയും ഗോപന്മാരെയും അപഹരിച്ച് അപ്രത്യക്ഷനായി.